എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളൊരു വീഡിയോ എന്താണെങ്കിൽ ഒരു എ സി നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ട്. ഒരു എ സി ഇൻഡോർ യൂണിറ്റ്, സ്പ്ലിറ്റ് യൂണിറ്റ് എ സി എങ്ങനെയാണ് സർവീസ് ചെയ്യുക, അതൊരു എ സി മെക്കാനിക്കിൻ്റെ ആവശ്യം ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് സർവീസ് ചെയ്യുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പലതരം എ സികളാണ് നമുക്കുള്ളത്. നമ്മുടെ പലതരം നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് ഒരു യൂണിറ്റ്, ഒരു സാധാരണ ഒരു വീട്ടുകാരനെ അത് നമ്മുടെ വീട്ടിൽ തന്നെ എ സി എങ്ങനെയാണ് വാഷ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോയിൽ നോക്കിയാൽ കാണാം. ആദ്യം തന്നെ അതിൻ്റെ ഫിൽറ്ററുകൾ അഴിച്ചു മാറ്റുക. അതിൻ്റെ ഫിൽറ്ററുകൾ അഴിച്ചു മാറ്റുന്ന ഒരു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് കവറിങ് ഉണ്ട്. അതിലൊരു 4 അല്ലെങ്കിൽ 5 സ്ക്രൂ കാണും. അല്ല, ചില എ സികൾക്ക് ഒരു 5 സ്ക്രൂ കാണും, ചിലത് ഒരു 2 സ്ക്രൂ 3 സ്ക്രൂ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഫിൽറ്റർ അഴിച്ച് മാറ്റുന്നതായി കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ, ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഇട്ടിരിക്കുന്നതിൻ്റെ ടോപ്പിൽ ഒരു ബ്രാക്കറ്റ് കാണും. ആ ബ്രാക്കറ്റ് പൊട്ടിക്കാതെ എടുക്കണം. ഒരു 3-4 ബ്രാക്കറ്റ് ടോപ്പിലുണ്ടാവും. ശരിക്കും ഇപ്പോൾ എ സിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ സൈഡിൽ കൂടെയാണ് എയർ വലിക്കുക. താഴത്തിൽ കൂടെ അതിൻ്റെ സൈഡ് അടിഭാഗത്ത് ഉള്ള ഇത് കൂടെ തള്ളുന്നു. ഇതാണ് ഒരു സർക്കുലേഷൻ, ഒരു സർക്കിളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇൻഡോറിൻ്റെ നമ്മളാ ഫ്രണ്ട് കവറിങ് കേടുകൂടാതെ എടുക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം എപ്പോഴും എടുക്കുമ്പോൾ. കാരണം അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പുറത്തുനിന്ന് കിട്ടില്ല. അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട്. അപ്പോൾ അത് കേടുകൂടാതെ എടുക്കുന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ എടുക്കണം. Fingers at the homies, yup, we in control. Cause around here we spit life in gold. Retro threads rocking top down in the breeze. Funky flow gliding, doing just what we please. Catch the sunset rays dripping orange with ease. Hey. It's a West Coast anthem, living free like the seas. എ സി യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ, ആ ഫ്രണ്ടിലത്തെ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ചെളിയുണ്ട്. അത് ആ കോയിലാണത്, കൂളിംഗ് കോയിലാണത്. ഇവാപ്പറേറ്റർ കോയിൽ എന്നൊക്കെ പറയും. അത് കൂളിംഗ് കോയിലെന്ന് പറയും ഇല്ലെന്നുണ്ടെങ്കിൽ. അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഫിൻസ് കേട് കൂടാതെയാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത്. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെയ്യും, ഫിൻസ് കേട് കൂടാതെയാണ് വാഷ് ചെയ്യേണ്ടത്. നമുക്ക് ഒരുപാട് മെറ്റീരിയൽ കിട്ടും. ഷാമ്പൂ പോലത്തെ മെറ്റീരിയൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം ഞാനിപ്പോൾ അതിനകത്ത് അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഷോപ്പിൽ നിന്ന്, ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ്റെയൊക്കെ മെറ്റീരിയൽസ് കിടന്ന കടയിൽ നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. കണ്ടൻസർ ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവം ഒരു ഇത് കിട്ടും. അത് നമുക്ക് മേടിച്ചിട്ട് നമുക്കതിൽ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് കണ്ടില്ലേ, നമ്മുടെ ആ കോയിലിൻ്റെ ഒരു കണ്ടീഷൻ കണ്ടില്ലേ. ഇതിൻ്റെ ഉള്ളിലൊരു ബ്ലോവർ ഉണ്ട്. ഇതിലൊരു ബ്ലോവറുണ്ട്. ആ ബ്ലോവറും ഒരുപാട് ചെളി പിടിച്ചിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ആ ബ്ലോവറും കൂടി ക്ലീൻ ചെയ്യണം നമ്മൾ. അതും കൂടി ക്ലീൻ ചെയ്താലാണ് എ സിയുടെ ക്ലീനിങ് ഫുള്ളായിട്ട് ആവുള്ളൂ. അപ്പോൾ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ചെയ്യാനായിട്ട് നോക്കുന്നത്.
sol y arena, oh so bright. Baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how. Fuego en el aire, burning high, feel the heat bajo el sky. Baila, baila, sin parar. Shake your body, shine like stars. Baila, baila, en el mar. Keep it going, no queda igual. Luna llena, shining down. Pies descalzos on the ground. Latido fuerte, boom, boom, boom. Take me higher, feel the zoom. Ooh, yeah. Break it down, feel the sway. Cerca de mí, don't run away. Tempo beats, let's ignite. Dance with me through the night. Baila, baila. അതുപോലെ ഒരുപാട് ചെളി നിറഞ്ഞ വെള്ളം, അതായത് ചെളിയും വെള്ളം കൂടി നമുക്കത് ഒരു ബക്കറ്റിൽ കളക്ട് ചെയ്ത് കാണാം നമ്മുടെ ഇൻഡോർ യൂണിറ്റ്. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അതിനകത്ത് പ്രഷർ കുറവുള്ള ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ഇതാണ് കേട്ടോ. അതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ചെളിയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിന്ന്. അപ്പോൾ ഇത് പലതിനും എഫക്റ്റ് ചെയ്യും. കൂളിംഗ് ഉണ്ടാവില്ല, പിന്നെ റൂമിൽ കൂളിംഗ് ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏതുണ്ടാവില്ല, വെള്ളം അവിടെ നിന്ന് ഇൻഡോർ യൂണിറ്റിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇൻഡോർ യൂണിറ്റിൽ നിന്ന് വെള്ളം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അതിൻ്റെ അതിൻ്റെ ഔട്ട് പോകുന്ന വാൽവ് ലീക്കായി കഴിഞ്ഞാൽ, അല്ല ലീക്കല്ല, ഫംഗസ് വന്നാലും ശരി, പൂപ്പൽ വന്നാലും ശരി, ഇൻഡോറിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. പിന്നെ കൂളിങ് കറക്റ്റായില്ലെങ്കിൽ വെള്ളം വന്നുകൊണ്ടിരിക്കും. പല കാരണങ്ങളുണ്ട്. അതിലൊരു 1-2 കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ട് അത് റീഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ക്ലിയറാക്കി കഴിഞ്ഞാൽ നമുക്കത് AC യൂണിറ്റ് ഓടിച്ച് നോക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കണക്ഷൻസ് മെയിൻ ഓഫ് ചെയ്യുക, കണക്ഷൻസ് വിടിയിച്ച് ടൈപ്പ് ചെയ്യുക, അത് തിരിച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ തന്നെ ബ്ലോവർ മോട്ടറുണ്ട്, നമ്മുടെ അതിൻ്റെ മറ്റേ ഫിൻസ് ഇത് തിരിയുന്ന മോട്ടറുകളുണ്ട്. അതൊന്നും നനയാനായിട്ട് പാടില്ല. ഇലക്ട്രിക്കലി യാതൊന്നും നനയാനായിട്ട് പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ ബോഡി ഇടുമ്പോൾ, അതിൻ്റെ ഫ്രെയിം ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അവസാനം നമ്മൾ ഫിൽറ്റർ വെച്ച് അത് AC-യിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം എല്ലാം ക്ലിയർ ചെയ്തു, അത് അടച്ചു സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ അവിടെ ചെന്നപ്പോൾ 2 ഇൻഡോർ യൂണിറ്റാണ് ഞങ്ങൾക്ക് വാഷ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അടുത്ത യൂണിറ്റ് വാഷ് ചെയ്യുന്ന ചെളിയാണ്, ആ ബ്ലോവറിൽ നിന്നുള്ള ചെളിയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വാഷ് ചെയ്യാനായിട്ട് നോക്കുക.